ഒ ഹെൻറി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന വില്യം സിഡ്നി പോർട്ടർ 1905 പ്രസിദ്ധീകരിച്ച ഗിഫ്റ്റ് ഓഫ് മാഗി അഥവാ വിദ്വാൻ്റെ സമ്മാനം എന്ന കഥ ലോകത്തിലെ പ്രസിദ്ധമായ ക്രിസ്മസ് കഥകളിൽ ഒന്നാണ്. സ്നേഹം, ത്യാഗം, ദാനം തുടങ്ങിയ മൂല്യങ്ങളാണ് ഇത് പങ്കുവയ്ക്കുന്നത്. ജിം, ഡെല്ല എന്നീ നവദമ്പതികൾ സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്നവരാണ്. അർത്ഥവത്തായ ക്രിസ്തുമസ് സമ്മാനം തൻ്റെ ജീവിത പങ്കാളിക്ക് കൊടുക്കണമെന്ന ആഗ്രഹം രണ്ടുപേരുടെയും മനസ്സിലുണ്ട്. ഡെല്ലയാകട്ടെ ഈ ലക്ഷ്യം മുന്നിൽ കണ്ട് ഓരോ സാധനങ്ങൾ വാങ്ങുമ്പോഴും കച്ചവടക്കാരനുമായി വിലപേശൽ നടത്തി ചെറിയ ഒരു തുകയെങ്കിലും മിച്ചം പിടിച്ച് മാറ്റിവെക്കാൻ ശ്രമിക്കുന്നു. എന്നിട്ടും തൻ്റെ പ്രിയതമന് വിശിഷ്ടമായ എന്തെങ്കിലും വാങ്ങാനുള്ള പണം കണ്ടെത്താൻ കഴിയുന്നില്ല. ഒടുവിൽ അവൾ താൻ വളരെയേറെ ഓമനിച്ച് പരിപാലിക്കുന്ന തൻ്റെ തലമുടി മുറിച്ച് കൃത്രിമ മുടി ഉണ്ടാക്കുന്നവർക്ക് വിൽക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അതിൽ നിന്ന് കിട്ടിയ തുക കൊണ്ട് ജിമ്മിൻ്റെ പോക്കറ്റ് വാച്ചിൽ കെട്ടാനുള്ള ഒരു ചെയിൻ വാങ്ങി. ഇതേസമയം ജിമ്മാകട്ടെ തൻ്റെ പ്രിയപ്പെട്ടവളുടെ ഏറെക്കാലത്തെ ആഗ്രഹമായ മുടി ചീകാനുള്ള ഒരു ചീപ്പിൻ്റെ സെറ്റ് വാങ്ങാനായി തനിക്കേറ്റവും പ്രിയപ്പെട്ട പോക്കറ്റ് വാച്ച് വിൽക്കുന്നു. ഒടുവിൽ അവർ പരസ്പരം സമ്മാനം കൈമാറിയപ്പോഴാണ് ഇരുവരും ഈ സമ്മാനങ്ങൾ തൽക്കാലത്തേക്കെങ്കിലും ഉപയോഗിക്കാൻ കഴിയുകയില്ലെന്ന് മനസ്സിലാക്കുന്നത്. ദൈവം തനിക്ക് ഏറ്റവും വിലപ്പെട്ട തൻ്റെ ഏകജാതനായ പുത്രനെ നൽകിയാണ് നമ്മെ സ്നേഹിച്ചത്. ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ സ്വയം ത്യജിച്ച് യേശുക്രിസ്തു ലോകത്തിൽ കേവലം ഒരു മനുഷ്യനായി പിറന്നു. കോടാനുകോടി ഗാലക്സികളും താരങ്ങളും ഭൂഗോളം ഉൾപ്പെടെയുള്ള ഗ്രഹങ്ങളും സൃഷ്ടിച്ച ക്രിസ്തുനാഥൻ ഒരു മനുഷ്യനായി ഭൂമിയിൽ വന്നത് നമ്മെ സ്വർഗത്തോളം ഉയർത്താൻ വേണ്ടിയാണ്. ദൈവം നമ്മെ സ്നേഹിച്ചത് ഹൃദയത്തിൽ സ്വീകരിച്ച് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? ദൈവസ്നേഹം ഉള്ളിൽ നിറയുന്നവർക്ക് മറ്റു മനുഷ്യരെയും വെറുക്കാൻ കഴിയില്ല. സ്നേഹവും ത്യാഗവും ദാനവും നിറയുന്ന ഒരു ജീവിതത്തിലൂടെ മാത്രമേ ക്രിസ്തു പകർന്നു തന്ന ഈ പ്രോജ്വല സന്ദേശം പ്രദർശിപ്പിക്കാനാവൂ. വെറുപ്പും സ്വാർത്ഥതയും യുദ്ധങ്ങളും തകർത്തുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ നമ്മുടെ വീടുകളിലും സമൂഹങ്ങളിലും ഈ സ്നേഹ സന്ദേശം ജീവിതത്തിലൂടെ വെളിപ്പെടുത്താൻ ആകുമോ? മറക്കരുത്, യേശുക്രിസ്തു ലോകത്തിൽ വന്നത് നിങ്ങളെ സ്നേഹിക്കുന്നതിനാലാണ്. ആകയാൽ സ്നേഹിക്കാൻ ആരുമില്ല എന്ന ചിന്ത വേണ്ട. ജീവൻ തന്ന് സ്നേഹിച്ച യേശു ഉണ്ടല്ലോ.